ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഒരുപാട് നാളായി ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അങ്ങനെ ചെയ്യണം എന്ന് വിചാരിക്കും, അങ്ങനെ മടി പിടിച്ച് അങ്ങനെ ഇരിക്കും, അങ്ങനെയൊക്കെ ആയിട്ട് പോണു. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ ഒരു ഫാമിലി ആയിട്ടൊരു യാത്ര പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ വയനാട് പൂപ്പോല് കാണാമെന്ന് വിചാരിച്ചാണ് പോയത്. അപ്പോൾ വയനാട് രാവിലെ തന്നെ ഞങ്ങൾ നേരത്തെ വയനാട്ടിലെത്തി. പിന്നെ ഇവിടെ എന്താ പറയുക, ഒരു 5:30 സമയമായപ്പോൾ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ താമരശ്ശേരി ചുരമൊക്കെ കയറി വന്നിട്ട് നിൽക്കുന്ന ഒരു രംഗമാണ് ഈ കാണുന്നത്. നല്ലൊരു വൈബായിരുന്നു കേട്ടോ. അവിടെ നല്ല തണുത്ത കാറ്റും നല്ലൊരു രസമായിരുന്നു അവിടെ നിൽക്കാൻ. നല്ല തണുപ്പും കാറ്റും ഒക്കെ പാടെ ആയിട്ട്. അപ്പോൾ കുറച്ച് നേരം അവിടെ ഇറങ്ങി നിന്ന് ഞങ്ങൾ യാത്ര തുടർന്നു കേട്ടോ. പിന്നെ ഒന്ന് കാലിച്ചായ കുടിക്കാമെന്ന് കരുതി അവിടെ നിർത്തി. അങ്ങനെ എല്ലാവരും ചായയൊക്കെ കുടിച്ച്. അപ്പം നമ്മളെ കൂടെ ഉണ്ടായിരുന്നത് വലിയേച്ചിയും ചെറിയേച്ചിയും ചെറിയേച്ചിയുടെ ഹസ്ബൻഡും പിന്നെ അവരുടെ കുട്ടികളും അമ്മയും ചേച്ചിയമ്മയും അങ്ങനെ എല്ലാവരും കൂടി പോയൊരു യാത്രയായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ 13 പേരുണ്ടാവും. ഞാനിപ്പോൾ 2 വണ്ടിയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ട് കുട്ടിയേട്ടൻ പറയുന്നത് ആ ഒരു മാനിനെ കണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മാനെ കാണാൻ വേണ്ടിയിട്ട് വണ്ടിയൊക്കെ നിർത്തിയിട്ട് ഇറങ്ങി കേട്ടോ. ഞാൻ ആ ക്യാമറയൊക്കെ പിടിച്ചിട്ട് അതിലൂടെയൊക്കെ നോക്കി, എവിടെ എൻ്റെ ക്യാമറയും ഫോണും കൂടി കണ്ടപ്പോൾ മാനിൻ്റെ വഴിക്ക് പോയി. അതുകൊണ്ട് അതിനെ കാണാനൊന്നും പറ്റിയില്ല. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി അവിടെ നിന്ന്. അപ്പോൾ അവരും ചേച്ചിയൊക്കെ കൂടി വണ്ടിയിൽ ഇറങ്ങി അവരവിടെ നിന്ന് നടന്ന് വന്ന് പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത്. നല്ല തണുപ്പുണ്ടായിരുന്നു. അതാണ് എല്ലാവരുടെയും മുഖത്തൊരു തണുത്ത കാലാവസ്ഥ. നല്ല തണുപ്പുണ്ടായിരുന്നു ആ സമയത്ത്. അവിടെ നേരം വെളുത്ത് വന്നിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ നല്ല തണുപ്പും കാറ്റും ഒക്കെ ആയിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന്. അത് കഴിഞ്ഞ് പിന്നെ വണ്ടിയിലൊക്കെ കയറി പിന്നെയും യാത്ര അങ്ങനെ തുടർന്ന് പോവുകയാണ്. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് വേറൊരു സ്ഥലം കൂടി കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും നേരത്തെ പോകുന്നത്. അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ മാനിനെ കണ്ട് ഞാൻ. അപ്പോൾ അവിടെ നിർത്തി എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം നല്ല വൈൽഡ് ഏരിയ ആയതുകൊണ്ട് അവിടെ നിർത്തിയിട്ട് നമുക്ക് അധികം അങ്ങനെ ഒപ്പിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ പോയത് മുത്തങ്ങ റോഡിലായിരുന്നു. ആ മുത്തങ്ങ റോഡ് തന്നെ മൊത്തം വൈൽഡ് ഏരിയ ആണല്ലോ. അതുകൊണ്ട് അധികം അങ്ങനെ അവിടെ ഇറങ്ങി എടുക്കാനൊന്നും പറ്റില്ല. മുത്തങ്ങ റോഡിന് കൂടെ പോന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഫോണും അത്യാവശ്യം റേഞ്ചൊക്കെ പോയിട്ട് ആകെ കട്ടപ്പൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് അങ്ങോട്ട് വിളിച്ചിട്ടും കിട്ടുന്നില്ല, ഇങ്ങോട്ട് വിളിച്ചിട്ടും കിട്ടുന്നില്ല. ചേച്ചീൻ്റെ വണ്ടിയൊന്നും കാണുന്നേ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കുറച്ച് മുന്നിൽ പോന്നു. അപ്പോൾ ചേച്ചീനെ ഒന്ന് വിളിച്ച് നോക്കാമെന്ന് കരുതിയിട്ട് റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് കിട്ടുന്നുമില്ല. അങ്ങനെ ആകെപ്പാടൊരവസ്ഥയായി. പിന്നെ അങ്ങനെ പോന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അവരും പുറകെ വന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഇറങ്ങി ചായയൊക്കെ കുടിച്ച് ഭക്ഷണമൊക്കെ ഞങ്ങൾ രാവിലെ 3-3:30 മണിയൊക്കെ ആയപ്പോൾ എണീറ്റ് ഉണ്ടാക്കിയ ഭക്ഷണം കേട്ടോ. അതൊക്കെ ഉപ്പുമാവും പപ്പടവും പിന്നെന്താ അത്യാവശ്യം വേണ്ടവർക്ക് പഞ്ചസാരയൊക്കെ ഇട്ട് തിന്നാനൊക്കെ ഞങ്ങൾ കൈ കരുതിയിട്ടുണ്ടായിരുന്നു. ചായ ഉണ്ടായിരുന്നു, ചുടുവെള്ളം, അങ്ങനെയെല്ലാം. ഉച്ചക്കത്തേനുള്ള ഭക്ഷണം അടക്കം ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്തിട്ടാണ് പോകുന്നത്. അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ വെച്ച് എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് ബാക്കിയുള്ളത് കുറച്ച് ഉപ്പുമാവൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കെട്ടിക്കൂട്ടി വണ്ടിയിൽ തിരികെ വെച്ച് ഞങ്ങൾ പിന്നെയും ഞങ്ങളുടെ യാത്ര തുടർന്നു കേട്ടോ. അപ്പോൾ എങ്ങോട്ടാണ് പോകണേന്നല്ലേ, ഫസ്റ്റ് തന്നെ നമ്മൾ ഹിമവത് ഗോപാലസ്വാമി പേട്ട എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട്. ഇവിടെ കർണാടക ബോർഡറിലാണ് ഈ ക്ഷേത്രം ഉള്ളത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ വന്ന് വയനാടൊക്കെ കടന്നു പോകുന്നു കർണാടകയിൽ എത്തിയിട്ടോ. അപ്പോൾ ഇതൊരു അവിടുന്ന് ഗുണ്ടൽപേട്ട അങ്ങാടി എത്തുന്നതിന് മുമ്പ് ഒരു പോക്കറ്റ് റോഡുണ്ട്. അപ്പോൾ ആ റോഡിനാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് കടന്നിട്ടുള്ളത് ക്ഷേത്രത്തിലേക്ക്. അവിടെ നിന്ന് ഇങ്ങോട്ടുള്ളൊരു കാഴ്ച എന്ന് പറയുന്നത് 2 സൈഡും കൃഷിയാണ്. അപ്പോൾ ഊട്ടിക്കോ മൈസൂർക്കോ ഒക്കെ പോകുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കയറി പോരാൻ പറ്റുന്നൊരു സ്ഥലമാണിത്. അപ്പോൾ ഇത്രയും തിരക്കുകൾ കണ്ടപ്പോൾ എനിക്കൊരു ആകാംക്ഷയായിരുന്നു, എന്തോ ഒന്ന് മുകളിലുണ്ട്, വലിയൊരു സംഭവമുണ്ട് കാണാൻ പറ്റുന്നതെന്നുള്ള അത്രയ്ക്ക് തിരക്കുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കുറച്ച് ക്യൂ നിൽക്കേണ്ടി വന്നു, വെയിലുണ്ടായിരുന്നു.
അങ്ങനെ ഞങ്ങളിതാ ക്യൂ ഒക്കെ നിന്ന് നമ്മൾ മെയിൻ എൻട്രൻസിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ പൂപ്പൊലി കാണൽ നടക്കുമോ എന്നുള്ളത്. കാരണം ഇവിടേക്കുള്ള വരവ് ആരും മെയിനായിട്ട് അറിഞ്ഞിട്ടില്ല. ഒരു ക്ഷേത്രത്തിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞു, പക്ഷേ ഇത്രയും ദൂരം ഉണ്ടെന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പം നമ്മളിതാ മെയിൻ എൻട്രൻസിൻ്റെ അടുത്തെത്തി. വലിയൊരു കവാടം ഉണ്ടായിരുന്നു. നമുക്ക് 70 രൂപ ചാർജാണ് ഒരാൾക്ക് വരുന്നത് കേട്ടോ. പിന്നെ അവിടുന്ന് തന്നെ കർണാടകേൻ്റെ ബസ്സുണ്ട്, KSRTC ബസ്സുണ്ട്. നമ്മുടെ വണ്ടി അങ്ങോട്ടേക്ക് കടത്തി വിടില്ല. അപ്പോൾ ആ ഒരു ബസ്സിലാണ് നമ്മൾ പോരുന്നത്. മുകളിലേക്ക് പോകുന്നത് കുറച്ച് ദൂരം പോകാനുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും വണ്ടിയിൽ കയറി സെറ്റാക്കി. ഞാൻ മുന്നിൽ തന്നെ പോയി ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഫ്രണ്ടത്തെ വ്യൂ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ കുറച്ച് ആളുകൾ മുന്നിൽ വന്ന് നിന്നതുകൊണ്ട് അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. എന്തായാലും ഇതാ നമ്മൾ കണ്ടില്ലേ, ബസ് ഇതാ വേറെ തിരിച്ച് വരുന്നുണ്ട്. ഇവിടുത്തെ ഒരു റോഡ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു റോഡാണ്. ആ റോഡിലൂടെ ഡ്രൈവ് ചെയ്യുന്ന ഡ്രൈവർമാർ ശരിക്കും പറഞ്ഞാൽ സമ്മതിക്കണം കേട്ടോ. കാരണം അത്രയും എഫേർട്ട് എടുത്തിട്ട് വേണം അവർക്ക് ഇവിടെ നിന്ന് ഓടിക്കണമെങ്കിൽ. 2 ബസ് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പോകുമ്പോൾ അവരത്രയും കെയർ ചെയ്തിട്ട് വേണം ഇതിലൂടെ ഓടിക്കണമെങ്കിൽ തന്നെ. ഇവിടുത്തെ ഒരു വ്യൂ എന്തായാലും പറയാതിരിക്കാൻ പറ്റില്ല. അടിപൊളിയാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. നല്ല മലയും കുന്നും മരങ്ങളും പാറക്കല്ലുകളൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു അവിടുത്തെ ഒരു വ്യൂ കാണാനായിട്ട് കേട്ടോ. നമ്മൾ താഴത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഗുണ്ടൽപേട്ട അങ്ങാടി മുഴുവനും നല്ല ഇങ്ങനെ പച്ച വിരിച്ച പോലെ കാണാൻ കഴിയും. അപ്പോൾ ഇതാണ് നമ്മളെ ഫസ്റ്റ് വ്യൂ എന്ന് പറയുന്നത്. നമ്മൾ അമ്പലത്തിൻ്റെ ഫസ്റ്റ് വ്യൂ വന്നിട്ട് ഇതാണ്. അങ്ങനെ നമ്മുടെ വണ്ടി ഇതാ നിർത്താനായിട്ട് പോവാണ്. അവിടെ നല്ല ആൾക്കാരും തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് തന്നെ കണ്ടിട്ട് ഇതാ കണ്ണെടുക്കാൻ തോന്നില്ല, നല്ല മലയും കുന്നും മരങ്ങളൊക്കെ കണ്ടിട്ട്. അപ്പോൾ ഇതാ ഇറങ്ങിയിട്ട് നമുക്ക് ചുറ്റിക്കറങ്ങി ഒന്ന് കണ്ടിട്ട് വരാം അല്ലേ. അപ്പോൾ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വലിയ ഐതിഹ്യങ്ങളൊന്നും എനിക്കറിയില്ല. പിന്നെ ഞാൻ അവിടെ നിന്നൊക്കെ ഒന്ന് റെഫർ ചെയ്ത് കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പോൾ ഹിമവത് ഗോപാലസ്വാമി പേട്ട എന്ന് പറയുന്നത് കർണാടകയിലെ ബന്ദിപ്പൂർ കടുവ സംഗീതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതായത് 14-ാം നൂറ്റാണ്ടിൽ ചോള രാജാവിൻ്റെ കാലത്ത് പണി കഴിച്ചൊരു ക്ഷേത്രമാണിത്. സമുദ്രനിരപ്പിൽ നിന്ന് 4770 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ഗോവർദ്ധനഗിരി എന്നും അറിയപ്പെടാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ കുന്നിൻ്റെ മുകൾ ഭാഗം മേഘങ്ങളും മൂടൽമഞ്ഞൊക്കെ മൂടിക്കിടക്കുന്നതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിന് ഹിമവത് ഗോപാലസ്വാമി പേട്ട എന്ന് പേര് വന്നത്. അപ്പോൾ ഹിമവത് എന്ന് പറഞ്ഞാൽ കന്നഡയിൽ മൂടൽമഞ്ഞ് മൂടിയിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. വനമേഖലയിലെ ഏറ്റവും ഉയരം കൂടിയ മലയായ ഇവിടുത്തെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ഇക്കാണുന്ന മാറി മറിയുന്ന കാലാവസ്ഥയാണ്. അതായത് കോടമഞ്ഞും മഴയും വെയിലും എപ്പോഴും വീശിയടിക്കുന്ന ഒരു തണുത്ത കാറ്റാണ് ഈ ക്ഷേത്രത്തിൻ്റെ വലിയൊരു പ്രത്യേകത. ഇനിയും ഒരുപാട് പ്രത്യേകതകളുണ്ട് നമ്മുടെ ഈ ക്ഷേത്രത്തിന്. എത്ര വർണ്ണിച്ചാലും തീരാത്ത ഒരുപാട് കാഴ്ചകളാണ്. ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു 2 വാക്കുകൊണ്ട് തീരുന്നതല്ല. അത്രയ്ക്ക് ഭംഗിയാണ്. നിങ്ങൾ വന്ന് കണ്ടാൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഇതാ ഗുണ്ടൽപേട്ട അങ്ങാടിയുടെ ആ ഭാഗമാട്ടോ കാണുന്നത്. നമ്മൾ വണ്ടിയിൽ തിരിച്ചു പോരുന്ന യാത്രയാണ്. അങ്ങനെ ഞങ്ങൾ ബസ്സിന് പോകുന്ന ഒരു ആനയെ തിന്നാനുള്ള വിശപ്പൊക്കെ ഉണ്ടായതുകൊണ്ട് ഞങ്ങളൊരു സ്ഥലത്ത് നിർത്തി. പിന്നെ ഭക്ഷണം കഴിക്കാനുള്ളൊരു പരിപാടിയായിരുന്നു. ഉച്ചയ്ക്കത്തേനുള്ള ഭക്ഷണവും നമ്മൾ തന്നെ കൊണ്ടുവന്നതുകൊണ്ട് എവിടെയെങ്കിലും ഒന്ന് നിർത്തി ഭക്ഷണം കഴിച്ചാൽ മതി എന്നായിരുന്നു. അപ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് കുറച്ചൊന്ന് ആ മലയൊന്ന് ഇറങ്ങി കുറച്ചൊരു ദൂരം ഇങ്ങോട്ട് പോന്നപ്പോഴേക്കും നമ്മൾ ഇവിടെയൊക്കെ എല്ലാവരും തന്നെ കഴിക്കുന്നൊരു സ്ഥലം കേട്ടോ. കാരണം അവിടെ കുറച്ച് പ്ലേറ്റിൻ്റെയൊക്കെ വേസ്റ്റൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വരുന്നവർ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാറുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങളും എന്തായാലും അവിടെ നിർത്തി. എല്ലാവരും ചോറ് വേണ്ടവർക്ക് ചോറ് കഴിക്കാം, രാവിലത്തെ ഉപ്പുമാവിൻ്റെ ബാലൻസ് ഉള്ളവർക്ക് അതും കഴിക്കാമെന്നൊക്കെ കരുതി എല്ലാം നിരത്തി വെച്ച് ഞങ്ങൾ കഴിക്കൽ തുടങ്ങി. ഭക്ഷണമൊക്കെ കഴിച്ചതാ
ഗുണ്ടൽപേട്ട അങ്ങാടി കഴിഞ്ഞ് നമ്മൾ മുത്തങ്ങ റോഡിലേക്കുള്ള യാത്രയിലേക്കാണ്. അപ്പോൾ നമ്മളിനി വയനാട് ചെന്നിട്ട് അമ്പലവയൽ പൂപ്പൊലി കാണാമെന്ന് വിചാരിച്ച് അങ്ങനെ പോവുകയാണ്. അപ്പോൾ കുറച്ച് നേരത്തെ അത്യാവശ്യം ദൂരം നമുക്ക് പോവാനുണ്ട്. ഇങ്ങോട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ദൂരം ഡ്രൈവ് ചെയ്തിട്ടാണ് പോകുന്നത്. ഇനി അങ്ങോട്ടും അതേപോലെ തന്നെ കുറച്ച് ദൂരം ഇങ്ങനെ ഈ മുത്തങ്ങ കാട് അങ്ങോട്ടും ഇങ്ങോട്ടും കാടൊക്കെ കണ്ട് അങ്ങനെ പോകണം. വയനാട് അമ്പലവയലിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് അങ്ങാടി കൂടെ ഇങ്ങനെ നടന്നപ്പോൾ അമ്പലവയൽ അങ്ങാടി തന്നെ അടുത്ത് തന്നെയാണ് ഈ പൂപ്പൊലി നടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിൽ കയറി ടിക്കറ്റൊക്കെ എടുത്തു ഉള്ളിലേക്ക് പോകുന്നു. അപ്പോൾ ഒരാൾക്ക്, മുതിർന്ന ഒരാൾക്ക് 60 രൂപയും പിന്നെ കുട്ടികൾക്ക് 5 മുതൽ 12 വരെ വയസ്സുള്ള കുട്ടികൾക്ക് 40 രൂപയാണ് അവിടെ ചാർജ് വരുന്നത്. ഇതിപ്പോൾ ഓരോ വർഷത്തിൽ നടക്കുന്നൊരു ഇതാട്ടോ. വയനാട്ടിലെ അമ്പലവയലിൽ തന്നെ ഓരോ വർഷത്തിൽ ജനുവരി സ്റ്റാർട്ടിങ് ആ ടൈമിലാണ് ഇതുണ്ടാവുക. ഞങ്ങളിപ്പോൾ പോയിട്ട് കുറച്ച് ദിവസമായി. ഇപ്പോഴാണ് ഞാൻ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞാൽ എന്തായാലും രാത്രി ആകുമ്പോഴേക്കും ഒന്നുകൂടി തിരക്ക് കൂടുകയുള്ളൂ. അപ്പോൾ ലൈറ്റ് സെറ്റിങ്സും അതേപോലെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഫ്ലവർ ഷോ മാത്രമല്ല വരുന്നത്. നമ്മൾ ഫ്ലവർ ഷോൻ്റെ ഭാഗം കഴിഞ്ഞ് വരുന്നത് പിന്നെ കുറച്ച് ബേർഡ്സിൻ്റെ ആ ഒരു ഏരിയയൊക്കെ വരുന്നുണ്ട്. അവിടെ കുറച്ച് ബേർഡ്സുകളൊക്കെ കാണാം. അതൊക്കെ കഴിഞ്ഞ് വരുന്നൊരു സെക്ഷൻ എന്ന് പറയുന്നത് നമ്മളെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ അവിടെ ഒരുപാട് റൈഡ്സ് ഉണ്ട് അവർക്ക് കളിക്കാൻ പറ്റിയ. അപ്പോൾ അതൊക്കെ കണ്ട് കുട്ടികൾ കുറച്ച് നേരമൊക്കെ അവിടെ കളിച്ച് അങ്ങനെ കുറച്ച് സമയം അവിടെ ഒന്ന് സ്പെൻഡ് ചെയ്തു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു അവിടെ നിന്നും പോരാൻ. നമ്മൾ രാവിലെ പോയൊരു പോക്കല്ലേ, എല്ലാവരും ടയേർഡായിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടെ നിന്ന് പോരുമ്പോൾ ഏകദേശം രാത്രി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. വയനാട്ടിൽ നിന്ന് തന്നെ പോരുമ്പോൾ. അപ്പോൾ അതാ രാവിലെ പുലർച്ചയ്ക്ക് പോയ ആൾക്കാരാണ്. ഞങ്ങളിതാ രാത്രി ആയിട്ടാണ് തിരിച്ചെത്തുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ രസകരമായ കാഴ്ചകൾ എന്ന് പറയുന്നത്. അപ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്